അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പാകിസ്ഥാനിലേക്ക് ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന് വീണ്ടും അസന്നിഗ്ധമായി ഇറാൻ പ്രഖ്യാപിച്ചു. എന്നിട്ടും ട്രംപ് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നില്ല ട്രംപ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അമേരിക്ക രൂക്ഷമായ ആക്രമണത്തിന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകണം, ഇല്ലെങ്കിൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ യുദ്ധം മാത്രമായിരിക്കും മുൻപിലുള്ളത്, അമേരിക്ക ഇറാനെ നശിപ്പിച്ചു കളയും എന്നായിരുന്നു. അത് പറഞ്ഞ ട്രംപ് തന്നെ ഇപ്പോൾ വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടി എന്ന് പറയുമ്പോൾ യുദ്ധവുമായി മുൻപോട്ട് പോകുവാൻ ട്രംപിന് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ താൻ പരാജയം സമ്മതിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുകയല്ലാതെ ട്രംപിന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. ഇങ്ങനെയൊക്കെയാണ് ലോകം ഇതിന് നൽകുന്ന വ്യാഖ്യാനങ്ങൾ. എന്നാൽ ഈ വെടിനിർത്തൽ നീട്ടുന്നത് പോലും ട്രംപിന്റെ തന്ത്രപരമായ നീക്കമാണ് എന്ന് ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വിലയിരുത്തുന്നുണ്ട്. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ ഇളവ് നൽകുക, അതുണ്ടാകാത്ത പക്ഷം യാതൊരു ചർച്ചയ്ക്കും ഇല്ല എന്ന് ഇറാൻ ആദ്യം പറഞ്ഞ വാക്കുകളിൽ തന്നെ അവസാന നിമിഷവും ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അമേരിക്കയാകട്ടെ എല്ലാ ഉപരോധങ്ങളും നീക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിനു പകരമായി ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന കർശന ഉപാധി മുൻപോട്ട് വെക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്യവേദികളിൽ ഔദ്യോഗികമായി സംസാരിക്കുന്നതല്ല യാഥാർത്ഥ്യം. അതിനപ്പുറം വളരെ വേഗത്തിൽ അവർ അണുവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയൊരു ചർച്ചയുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. ചർച്ചകൾക്കുള്ള വാതിലുകൾ അടയുകയാണ് എന്ന സന്ദേശമാണ് ലോകത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ ഈ രീതിയിൽ എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് പ്രവചനാതീതമാണ്. അമേരിക്കയുടെ കരുത്തും ഇറാന്റെ തന്ത്രവും ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ വിമാനവാഹിനി കപ്പലുകളും ഖത്തറിലും UAE-യിലും സൈനിക താവളങ്ങളും അമേരിക്കയ്ക്കുണ്ട്. സൈനികമായും സാമ്പത്തികമായും അമേരിക്ക ശക്തമായ നിലയിലാണ്. അതേസമയം ഇറാൻ ആകട്ടെ അമേരിക്കയുമായി നേരിട്ടൊരു യുദ്ധത്തിന് പ്രാപ്തരല്ല. എന്നാൽ അസിമെട്രിക് യുദ്ധമുറയിൽ അവർ വിദഗ്ധരാണ്. അവരുടെ പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയുള്ള ആക്രമണങ്ങൾ, ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടൽ, അമേരിക്കൻ താവളങ്ങളിലേക്ക് എത്തുവാൻ ശേഷിയുള്ള മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുവാൻ ഇറാന് സാധിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അപകടാവസ്ഥ ഇറാന്റെ പക്കൽ ഇപ്പോൾ ഒന്നിലധികം അണുവായുധങ്ങൾ നിർമ്മിക്കുവാൻ ആവശ്യമായ യുറേനിയം ഉണ്ട് എന്നുള്ളതാണ്. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഇപ്പോൾ 60% എത്തി നിൽക്കുന്നു. ആണവായുധം നിർമ്മിക്കുവാൻ ആവശ്യമായ സമയം 1 വർഷത്തിൽ നിന്നും വെറും മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ആയി കുറഞ്ഞിരിക്കുന്നു എന്ന് സാരം. ഇവിടെ സാധ്യമായ വഴികൾ എന്നുള്ളത് നയതന്ത്ര കരാർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇരു രാജ്യങ്ങളും ഇവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. എന്നാൽ ഇറാനിലെ തീവ്ര നിലപാടുകാരും അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യവും ഇതിന് തടസ്സമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഉപരോധങ്ങൾ ഇറാനെ തളർത്തുന്നതിനു പകരം അവരെ കൂടുതൽ അപകടകാരികളാക്കുകയാണ് ചെയ്തത് എന്ന യാഥാർത്ഥ്യം നാം മറന്നുകൂടാ. പിന്നെയുള്ളത് സൈനിക ആക്രമണമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ഇല്ലാതെയാക്കുക. പക്ഷേ അത് ഭൂമിക്കടിയിൽ വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലാണ്. ആ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് ഗൾഫ് മേഖലയെ മുഴുവൻ വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും. ഇറാനും ഇറാനെ അനുകൂലിക്കുന്നവരും കാലങ്ങളായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അമേരിക്ക ഒരു ആണവ രാഷ്ട്രമാണ്. റഷ്യയും ചൈനയും ആണവ രാഷ്ട്രങ്ങളാണ്. UK-യും ഓസ്ട്രേലിയയും ആണവ രാജ്യങ്ങളാണ്. എന്തിനേറെ ഇന്ത്യയും പാകിസ്ഥാനും പോലും ആണവ ശക്തിയുള്ള രാഷ്ട്രങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ ഇറാന് മാത്രം എന്താണ് ഇത്ര അശുദ്ധി? ഇറാൻ ഒരാണവ ശക്തിയാണ് എന്ന് ലോകം അംഗീകരിക്കുന്നതിൽ എന്താണ് ഇത്ര തടസ്സം എന്നുള്ളതാണ്. അതിനുള്ള മറുപടി, ഇറാനെ ആണവായുധം നിർമ്മിക്കുവാൻ അനുവദിച്ചാൽ ആ നിമിഷം തന്നെ സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളും ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ മുൻപോട്ട് വരും. അതുകൂടാതെ മറ്റ് ആഗോള പ്രത്യാഘാതങ്ങൾ നിരവധി സംഭവിക്കുകയും ചെയ്യും. റഷ്യ ഉക്രൈൻ യുദ്ധം, ചൈന തായ്വാൻ തർക്കം എന്നിവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ തർക്കങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. ആ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഇറാനുമായി കൂടുതൽ അടുക്കും. ഇപ്പോൾ തന്നെ അത് ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബാന്ധവം പൂർണ്ണമായ നിലയിൽ പുറത്തു വന്നാൽ അമേരിക്കൻ ഡോളർ സമ്പൂർണ്ണമായും ഉപേക്ഷിച്ച് പകരം ചൈനീസ് യുവാനിൽ അവർ ബിസിനസ്സുകൾ ആരംഭിക്കും. അതിനോട് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്ക് യോജിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ഇല്ലാതെയാകും. അമേരിക്ക തളരും. അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ സഖ്യത്തിന് റഷ്യ, ചൈന, ഇറാൻ രൂപം നൽകും. അതോടുകൂടി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ലോകത്തിന്റെ നിയന്ത്രണം ഏഷ്യയുടെ കയ്യിലേക്ക് വരും. യൂറോപ്യൻ ആധിപത്യം സമ്പൂർണ്ണമായും അവിടെ തകർക്കപ്പെടും. ഈ തന്ത്രപരമായ കളികൾക്കിടയിൽ വിസ്മരിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ്. ഇറാന്റെ സാമ്പത്തിക തകർച്ച, അമേരിക്കൻ സൈനികരുടെ ജീവൻ, ലോകമെമ്പാടുമുള്ള ഇന്ധന വിലവർദ്ധനവ്, ഇവയെല്ലാം ഈ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഇപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണ്.
ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ നിന്നും അനിശ്ചിതമായി പിന്മാറിയാൽ അത് വലിയൊരു സൈനിക നീക്കത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ അടുത്ത നീക്കം എന്താകും എന്നറിയുവാൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ച അനിശ്ചിതകാല വെടിനിർത്തലിനോട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, എത്ര കാലഘട്ടം നീണ്ടു നിൽക്കുന്ന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും അതിനെ നേരിടുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് യുദ്ധം തന്നെ നടക്കട്ടെ എന്നുള്ള നിലപാടിൽ തിരിച്ചടിച്ചു. അതിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് ഹോർമൂസിൽ സംഭവിച്ചത് ഇറാന്റെ ചില കടുത്ത നീക്കങ്ങളായിരുന്നു. ഇറാൻ 2 കപ്പലുകൾ പിടിച്ചെടുത്തു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രംപിന്റെ അനിശ്ചിതകാല വെടിനിർത്തൽ നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ കനത്ത തിരിച്ചടി ഉണ്ടായത്. ഇത് ട്രംപിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. മാത്രവുമല്ല, ട്രംപിന്റെ ഹോർമൂസ് ഉപരോധത്തെ തകർത്ത് ഇറാൻ എണ്ണ വിൽപ്പന കുത്തനെ കൂട്ടിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതും ട്രംപിന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിലെ നമ്പർ 1 ശക്തിയായ അമേരിക്ക അവരുടെ സർവ്വനാവിക സന്നാഹങ്ങളുമായി ഹോർമൂസ് ഉപരോധിച്ചിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇറാൻ ഹോർമൂസിൽ ഇപ്പോഴും കൃത്യമായ ആധിപത്യം പുലർത്തുന്നു. അതാണ് ലോകം തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തെങ്കിൽ അതിനു മറുപടിയായി ഇപ്പോൾ 2 കപ്പലുകളാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ട്രംപ് അനിശ്ചിത കാലത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയത്. തങ്ങൾ വെടിനിർത്തൽ നീട്ടുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഹോർമൂസിൽ അമേരിക്ക തുടരുന്ന ഉപരോധം യഥാർത്ഥത്തിൽ യുദ്ധം തന്നെയാണ് എന്നുമായിരുന്നു ഇറാന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വെടിനിർത്തലിന് ഇറാൻ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. തുടർന്ന് വരുവാൻ പോകുന്നത് രണ്ടും കൽപ്പിച്ചുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കി. ഇതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ട്രംപാണ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കും, അമേരിക്കൻ സേന എന്തിനും സജ്ജമാണ് എന്നൊക്കെ വലിയ വായിൽ വീമ്പ് പറഞ്ഞ ട്രംപാണ് അവസാന നിമിഷവും ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിനും ഭീഷണിക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുൻപിൽ ഇറാൻ വഴങ്ങുമെന്ന ട്രംപിന്റെ ധാരണയാണ് ഹോർമൂസ് കടലിടുക്കിൽ മുങ്ങിപ്പോയത്. അതായത് ഇറാന്റെ കാര്യത്തിൽ ട്രംപിന് തെറ്റുപറ്റി. ഇതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഹോർമൂസിൽ അമേരിക്കയുടെ സൈനിക മുന്നേറ്റം ഉണ്ടാകുമെന്നും ഇറാന്റെ കപ്പലുകൾ അവർ ആക്രമിക്കുമെന്നും പിടിച്ചെടുക്കുമെന്നും ലോകം പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് പ്രഥമപടിയായി നിർവഹിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അതേ നാണയത്തിൽ തന്നെ ഇറാൻ തിരിച്ചടിക്കും എന്നും മറുപക്ഷത്തിന്റെ കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുമെന്നും ലോകം ചിന്തിച്ചിരുന്നില്ല. വെടിനിർത്തൽ നിലവിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്ക വെടിനിർത്തൽ നിയമം ലംഘിക്കുകയും ഹോർമൂസിൽ കടൽ കൊള്ള നടത്തുകയും ചെയ്തതിന്റെ തിരിച്ചടിയായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ കപ്പലുകൾ പിടിച്ചെടുത്തത് എന്നും ആ പിടിച്ചെടുത്ത കപ്പലുകളെ ഞങ്ങൾ ഇറാൻ തീരത്തേക്ക് മാറ്റിയെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർസിനെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഇറാൻ പിടിച്ചെടുത്ത ആദ്യത്തെ കപ്പൽ MSC ഫ്രാൻസസ്ക എന്ന പനാമ പതാകയുള്ള ഒരു കണ്ടെയ്നർ കപ്പലായിരുന്നു. ഇറാൻ സൈന്യം ഈ കപ്പൽ അവരുടെ തീരത്തേക്ക് കൊണ്ടുപോയി. കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് എപ്പാമിനോണ്ടാസ് എന്ന പേരുള്ള ലൈബീരിയൻ കണ്ടെയ്നർ കപ്പലാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കപ്പലിന് നേരെ വെടിവെപ്പുണ്ടാവുകയും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ യൂഫോറിയ എന്ന മറ്റൊരു കപ്പലിന് നേരെയും ഇറാൻ വെടിവെപ്പ് നടത്തിയെങ്കിലും അത് നിലവിൽ ഒമാൻ ഉൾക്കടലിലൂടെ യാത്ര തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചുവെങ്കിലും ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ പുഷ്പക്, പരിമൾ, ഗ്രീൻ സാവി തുടങ്ങിയ കപ്പലുകൾക്ക് ഹോർമൂസ് കടന്നുപോകുവാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. ഇറാൻ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്ത കപ്പലുകൾ അനുമതിയില്ലാതെ ഹോർമൂസിലൂടെ സഞ്ചരിച്ചുവെന്നും കപ്പലുകളുടെ ട്രാക്കിംഗ് സംവിധാനത്തിൽ മാറ്റം വരുത്തി അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചു എന്നുമാണ് ഇറാന്റെ ആരോപണം. ഇതിലൂടെ ഹോർമൂസ് കടക്കുവാൻ ഇനി ഏത് കപ്പൽ എങ്ങനെ ശ്രമിച്ചാലും ഇതേ അനുഭവം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇറാൻ നൽകുന്ന സന്ദേശം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഹോർമൂസ് ഉപരോധത്തെ ബലം പ്രയോഗിച്ച് മറികടക്കും എന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ അതിശക്തമായ നാവിക ഉപരോധം നിലനിൽക്കുന്ന ഹോർമൂസ് കടലിലൂടെ ഇറാന്റെ 27 എണ്ണക്കപ്പലുകൾ വിജയകരമായി കടന്നുപോയി. ഇത് ഫിനാൻഷ്യൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ചാണ് ഈ കപ്പലുകൾ ഹോർമൂസ് കടന്നുപോയത്. അതായത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നാവികസേനയുള്ള അമേരിക്കയ്ക്ക് ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് വിലയിരുത്തിയത്. മാത്രവുമല്ല, ഫിനാൻഷ്യൽ ടൈംസ് എന്ന ഈ പത്രത്തിന്റെ രേഖാമൂലമുള്ള വെളിപ്പെടുത്തൽ പ്രകാരം കഴിഞ്ഞ മാസങ്ങളിൽ ഇറാന്റെ എണ്ണ ഉൽപാദനത്തിൽ വലിയ വർധനവുണ്ടായതായും പ്രതിദിനം ഏകദേശം 1.5 ദശലക്ഷം ബാരൽ എണ്ണ ഇറാൻ കയറ്റുമതി ചെയ്തതായും അവർ വെളിപ്പെടുത്തി. ഇത് സത്യമാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന എണ്ണ നീക്കമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിലക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. ഉപരോധം മറികടക്കുവാൻ സ്വകാര്യ കപ്പൽ കമ്പനികളെയും മറ്റും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഫിനാൻഷ്യൽ ടൈംസ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ കപ്പലുകൾ തിരിച്ചറിയാതിരിക്കുവാൻ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫാക്കിയും
കടലിൽ വെച്ച് തന്നെ ചരക്കുകൾ കൈമാറിയുമാണ് ഇറാൻ ഈ എണ്ണക്കടത്ത് നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഉപരോധം അത് വെറും കടലാസിൽ മാത്രമാണ് എന്നും വിജയകരമായി തന്നെ ഇറാൻ ഉപരോധത്തെ മറികടക്കുന്നു എന്നും വൻതോതിൽ എണ്ണ വിറ്റ് ലാഭം കൊയ്യുന്നു എന്നുമാണ് ഫിനാൻഷ്യൽ ടൈംസ് രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുവാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അവസാന നിമിഷം മലക്കം മറിയുന്ന കാഴ്ചയും കാണുവാൻ കഴിഞ്ഞു. ട്രംപ് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെയും പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് താൻ വെടിനിർത്തൽ നീട്ടിയത് എന്നായിരുന്നു. ഇത് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് കുറിച്ചത്. അവിടെ മറ്റൊരു കാര്യം കൂടി ട്രംപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇറാന്റെ ഭരണകൂടം ഗുരുതരമായി ഭിന്നിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അഭിപ്രായ ഐക്യമില്ലാതെ ഇറാൻ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതിനാൽ യുദ്ധം തീർക്കുവാൻ ഇറാനിലെ ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു ഏകീകൃത നിർദ്ദേശം മുൻപോട്ട് വെക്കുവാൻ അവർക്ക് സമയം വേണമെന്നും അത് നൽകുവാൻ വേണ്ടിയാണ് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് താൻ നീട്ടുന്നത് എന്നുമായിരുന്നു ട്രംപിന്റെ ന്യായം. വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും ഏതു നിമിഷവും ആക്രമണത്തിന് അമേരിക്കൻ സൈന്യം സജ്ജമാണ് എന്നും ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. എന്നാൽ അതേസമയം തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവനകളോട് രൂക്ഷമായ രീതിയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ നീക്കം വെടിനിർത്തലല്ല, മറിച്ച് വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്നാണ് ഇറാൻ നേതാക്കളുടെ ആരോപണം. അമേരിക്കൻ നാവികസേനയുടെ ഹോർമൂസ് ഉപരോധം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആരോപിച്ചു. തുറമുഖങ്ങളിലെ ഉപരോധം ബോംബാക്രമണത്തിന് തുല്യമാണെന്നും ഇതിന് സൈനികമായ മറുപടി നൽകുമെന്നുമാണ് അരാക്ചിയുടെ മുന്നറിയിപ്പ്. ആ സൈനികമായ മറുപടിയുടെ ഒരു ഘട്ടമാണ് കപ്പൽ പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാൻ നടത്തിയത്. യുദ്ധക്കളത്തിൽ ഇറാൻ വിജയിച്ചു കഴിഞ്ഞുവെന്നും ട്രംപിൻ്റേത് ഒളിച്ചോട്ടമാണെന്നും ഇറാൻ മാധ്യമങ്ങൾ തുറന്നടിച്ചു. എന്തായാലും കപ്പൽ പിടിച്ചെടുത്തും മറ്റും ഇറാൻ കടുത്ത നിലപാടിലേക്ക് മാറിയതോടെ സമാധാന ചർച്ചകൾ നിലവിൽ അതീവ സങ്കീർണമായ അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലാവധിയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ വാവിട്ട വാക്കുകളും ബഹുമാനമില്ലാത്ത നടപടികളുമാണ് സമാധാന ചർച്ചകളെ സങ്കീർണമാക്കിയത് എന്നാണ് ലോകം ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങളാണ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ഇറാനും ഉറപ്പിച്ചു പറയുന്നു. മാത്രവുമല്ല, ഇറാൻ ഹോർമൂസ് തുറന്നിട്ടും ട്രംപ് ഹോർമൂസ് ഉപരോധം പിൻവലിക്കാത്തത് ഇറാനെ പ്രകോപിപ്പിച്ചു. ഇതിനിടയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒപ്പം തൗസ്ക എന്ന അവരുടെ കപ്പൽ പിടിച്ചെടുത്ത നടപടിയും കൂടിയായതോടെ ഇറാൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതകാല വെടിനിർത്തൽ അംഗീകരിക്കുവാൻ ഇറാൻ ഇപ്പോഴും തയ്യാറാകാത്തത്. പക്ഷേ ഇറാന്റെ ഹോർമൂസിലെ പുതിയ നീക്കത്തിന് തിരിച്ചടിയായി വെടിനിർത്തൽ പിൻവലിക്കുവാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ സമ്മർദ്ദമുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. എന്തായാലും ഇറാന്റെ പുതിയ നീക്കങ്ങൾ ട്രംപിന് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിനിയും കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.